ഈ തിരുവനന്തപുരത്തെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. GPO ജംഗ്ഷനിലും അതുപോലെ മന്നുനിയുടെ പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളം കിട്ടുന്നില്ല എന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ ഒന്ന് കടന്നു ചെല്ലാം. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിയിൽ വിശദമായ റിപ്പോർട്ട് സർക്കാർ തേടിയിരിക്കുകയാണ്. അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു. വെള്ളം മുടങ്ങിയത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച മൂലമെന്ന് ജല അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത്. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥന്മാരും അതേപോലെ വേണ്ടുന്ന മുൻകരുതൽ എടുക്കാത്തതുമാണ് അക്ഷരാർത്ഥത്തിൽ 5 ദിവസം നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? SKN നമുക്കറിയുന്നത് പോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചത് ഈ പറയുന്ന ജല അതോറിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ അതിൽ പങ്കുണ്ട്. 5 ദിവസമാണ് ഈ പറയുന്ന ഈ പൈപ്പ് ലൈൻ വർക്ക് കാരണം ജനങ്ങളുടെ കുടിവെള്ളം മുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഈ ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ളതിൽ തർക്കമില്ല. ഒപ്പം കോർപ്പറേഷൻ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വെള്ളമെത്തിക്കുക, ജനങ്ങളിലേക്ക് വെള്ളമെത്തിക്കുക എന്നുള്ളൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വലിയൊരു അനാസ്ഥയുണ്ടായി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും നിലവിൽ ഈ ജല അതോറിറ്റിയുടെ ഒരു ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കുറ്റകരമായൊരു വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ പൈപ്പ് മാറ്റിവെക്കുന്നതോ അല്ലെങ്കിൽ പൈപ്പിന്റെ അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് കൃത്യമായ പൈപ്പ് കൃത്യമായ സ്ഥാനത്ത് ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ ജല അതോറിറ്റിയുടെ പമ്പിംഗ് അത് നിർത്തിവെക്കാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ ഈ പമ്പിംഗ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ പൈപ്പ് ഇടുന്നതിന് മുൻപ് തന്നെ ആ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ഈ പ്രവർത്തനം ആരംഭിച്ചു അല്ലെങ്കിൽ ഈ പമ്പിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു മേൽനോട്ടക്കുറവ്, ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു മേൽനോട്ടക്കുറവ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാം. കഴിഞ്ഞ 5 ദിവസം തലസ്ഥാന നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച പൈപ്പ് നിർമ്മാണം നടന്ന ഒരു സ്ഥലമാണിത്. ഈ ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനം നടക്കുകയും ദിവസങ്ങൾക്ക് ശേഷം ഇത് മാറ്റി സ്ഥാപിക്കുകയും സ്ഥാപിച്ചപ്പോൾ അതിന്റെ അലൈൻമെന്റ് മാറി വീണ്ടും പമ്പിംഗ് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ 2 തവണ പമ്പിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയതും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ശ്രദ്ധക്കുറവാണെന്നുള്ളതാണ് ജല അതോറിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ഇത് കോർപ്പറേഷനെ അറിയിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിലും വലിയ പരാജയം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ദിവസങ്ങളോളം വെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ അത് കോർപ്പറേഷനെ കൃത്യമായി അറിയിക്കേണ്ടതുണ്ട്. കോർപ്പറേഷൻ അതിന് പിന്നാലെ ആയിരിക്കും ഇത്തരത്തിൽ ടാങ്കറുകളിൽ ഉൾപ്പെടെ വെള്ളം എത്തിച്ച് അവിടേക്ക് എത്തിക്കുന്ന ഒരു നടപടികൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. എന്തായാലും ആ കാര്യത്തിലും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി. മറ്റൊരു കാര്യം അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ ഈ എഞ്ചിനീയർമാരുടെ അടക്കം പരിചയക്കുറവാണ്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഈ കാര്യം ചെയ്തുള്ള പരിചയം ഇല്ലായിരുന്നു. 5 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന 5 ലക്ഷത്തോളം സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഒട്ടും പരിചയക്കുറവില്ലാത്ത ആളുകളെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചതും ഇത്തരത്തിൽ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടുന്നൊരു കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ സംസ്ഥാന സർക്കാർ ഇന്നലെ ഈ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം യോഗം വിളിച്ച് വിശദീകരണം തേടിയിരുന്നു. എന്തായാലും അതിൽ ഒരു റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഈ ജലവകുപ്പിലെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ കൂടി സർക്കാർ എത്തുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പറയുന്ന സർക്കാർ ചോദിച്ച റിപ്പോർട്ടും അടുത്ത 2 ദിവസത്തിനകം പുറത്തുവിടും. അത് സർക്കാരിന് കൈമാറും. അതിനുശേഷമാകും ഈ വിഷയത്തിലുണ്ടായ ഗുരുതര വീഴ്ച സംബന്ധിച്ച കൃത്യമായൊരു പഠനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുക. എന്തായാലും തലസ്ഥാന നഗരിയിൽ ഏതാണ്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും ജലം എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പമ്പിംഗ് പൂർണ്ണമായി ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ പറയുന്നത്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നിലവിൽ വെള്ളം എത്താനുള്ളത്. അത് ഈ വാട്ടർ ബബിളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ടാണ്. അത് ഉടൻ പരിഹരിക്കാനാകുമെന്നുള്ള കാര്യവും ജല അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വെള്ളം എത്താത്ത സ്ഥലങ്ങളിൽ നിലവിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചിട്ടുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരത്തിലെ 5 ലക്ഷം ജനങ്ങളുടെ കുടിവെള്ളം ആരാണ് മുട്ടിച്ചത് എന്നുള്ള രീതിയിൽ അന്വേഷണം നടക്കണം. അതിൽ കൃത്യമായ
നടപടികളും വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ ഒരു പേടി മാറിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കണം. കാര്യം ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ നിരീക്ഷിക്കാനില്ലായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് തോന്നുന്നത്. കാരണം ലോകത്തിലെ എത്രയോ സഞ്ചാരികൾ വരുന്നൊരു പട്ടണമാണ് തിരുവനന്തപുരം നഗരം. അവിടെ കുടിവെള്ളം മുട്ടിയിരിക്കുന്നു, അത് 5 ദിവസങ്ങൾ നീണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശസ്തിക്കും നമ്മുടെ ഖ്യാതിക്കും അത് മങ്ങലേൽപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.